മാഷേ, ഞാനെൻ്റെ സ്കൂൾ ജീവിതം പറയാമെന്ന് പറഞ്ഞ് എവിടേക്കോ ചെന്ന് വിട്ടു. അമ്മ എന്നെ 1-ാം ക്ലാസ്സിൽ ചേർത്തത് വയസ്സാവുന്നതിന് മുമ്പാണ് മാഷേ. വീട്ടിൽ അനുജത്തിയും കൂടെ ഉള്ളതുകൊണ്ട് എന്നെയും അവളെയും നോക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എന്നെയെങ്കിലും സ്കൂളിൽ വിടാമെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ ചേർത്തത്. അവിടെ ചെന്നപ്പോൾ ടീച്ചർ പറയുന്നുണ്ടായിരുന്നു, പ്രായമായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയോ 1-ാം ക്ലാസ്സിൽ ചേർക്കുക. അമ്മയുടെ കണ്ണീര് കണ്ടപ്പോൾ ടീച്ചർ സമ്മതിച്ചു. പക്ഷേങ്കിൽ ഒരാഴ്ച മുഴുവൻ ഞാൻ ആ ക്ലാസ് റൂമിൽ ഇരുന്നിട്ടില്ല കേട്ടോ മാഷേ. അപ്പോഴേക്കും അമ്മയെ തിരിച്ചു വിളിച്ചു. നേഴ്സറിയിലിരുത്താൻ പറഞ്ഞു. പേന പിടിക്കാൻ അറിയില്ല, വരയ്ക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, പിന്നെ എങ്ങനെയാ 1-ാം ക്ലാസ്സിൽ പഠിക്കുക? അമ്മ പറയാ, ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം പഠിക്കുന്നുണ്ട്. അമ്മ ഒരാൾ ജോലി ചെയ്തിട്ട് ഇവളെ നേഴ്സറിയിലും കൂടെ പഠിപ്പിക്കാൻ കയ്യിൽ പൈസയൊന്നുമില്ലെന്ന്. ആ സങ്കടം പറിച്ചിട്ട് കേട്ടപ്പോൾ സിസ്റ്ററാ പറഞ്ഞേ, സാരമില്ല, നേഴ്സറിയിൽ ചേർത്തോ, ക്യാഷിൻ്റെ കാര്യമൊന്നും ഓർക്കണ്ട, അതൊക്കെ ഞങ്ങൾ അടച്ചോളാം, മോളെ സ്കൂളിൽ വിട്ടോളൂ എന്നും. അങ്ങനെ തന്നെ 1-ാം ക്ലാസ്സിൽ നിന്ന് നേഴ്സറി ക്ലാസ്സിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. അവിടെയോ നിറയെ ടോയ്സ്, ഇരിക്കാൻ കസേര, കുറേയധികം കുട്ടികൾ, നോക്കാനൊരു ചേച്ചി, ടീച്ചർ. നല്ല രസമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. രാവിലെയൊക്കെ പാരൻസാണ് കൊണ്ടുവന്ന് കുട്ടികളെ സ്കൂളിലാക്കുക. എന്നെ പാരൻ്റ് അച്ഛനോ അമ്മയോ കൊണ്ടുവന്നാക്കിയതായിട്ട് എനിക്ക് യാതൊരു ഓർമ്മയില്ല. അച്ഛൻ ആ സമയത്തില്ലല്ലോ, അമ്മ മാത്രമല്ലേ ഉള്ളൂ. അമ്മ ആ സമയത്ത് കൊണ്ടുവന്നാക്കിയത് എനിക്ക് ഓർമ്മയേ ഇല്ല. എങ്ങനെയാണ് ഞാൻ തനിച്ച് സ്കൂളിലേക്ക് വരുന്നതായിട്ട് മനസ്സിലിങ്ങനെ ഒരു ചെറിയ ഓർമ്മ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അമ്മ ജോലിക്ക് പോയ ഉടനെ സ്ലേറ്റും എടുത്ത് കൈപിടിച്ചിട്ട് സ്കൂളിലേക്ക് വന്ന ആ സമയങ്ങൾ നല്ല രസമല്ലേ? അവിടെ ഉണ്ടായിരുന്ന ആയ സൂസി ചേച്ചി പറയും, എന്തിനാ ഇത്ര നേരത്തെ സ്കൂളിലേക്ക് വരുന്നത്? കുറച്ചുകൂടെ വൈകി പോന്നാൽ പോരെ? സ്കൂളിൽ കുട്ടികളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞാനും എത്തുട്ടോ. അതാ. അങ്ങനെ അവിടെ പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കളിക്കാം, കൂട്ടുകൂടാം, സമയത്തിന് ഫുഡ് കഴിക്കാം. സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് ക്ലാസ് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം എല്ലാവരും പോയി കഴിഞ്ഞിട്ടാ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരാം. അങ്ങനെ ഒരു ദിവസങ്ങൾ നല്ല രസമല്ലേ സ്കൂൾ കാലഘട്ടമൊക്കെ. പിന്നെ വേറെ ഒന്നറിയാം മാഷേ, നമ്മുടെ അമ്മയും വീട്ടിൽ അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടാക്കി തരുന്ന ഫുഡ്, അവരുണ്ടാക്കി തരുന്ന സമയത്ത് നമുക്കതിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല മാഷേ. പക്ഷേങ്കിൽ അതൊക്കെ വിട്ട് കുറേ ദൂരേക്കൊന്ന് പോയി നോക്കണം. ഇതൊന്നും കിട്ടാത്തൊരിടത്തേക്ക് അമ്മ ഉണ്ടാക്കുന്ന ആ കല്ലൻ പുട്ടിനും കടലക്കറിക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും കട്ടൻ ചായയ്ക്കും എന്ത് ടേസ്റ്റാണെന്നറിയാൻ കുറേ ദൂരെ, ഇതൊന്നുമില്ലാത്തടത്തേക്ക് ഒന്ന് മാറി നിൽക്കണം. ഞാനും ഇപ്പോൾ ആ ഒരവസ്ഥയിലാണ് മാഷേ. നാട്ടിലെത്തി ഇഷ്ടപ്പെട്ട ഭക്ഷണം വയറ് നിറയെ കഴിക്കാനാണ് ഇപ്പോൾ ഏറ്റവും കൊതി. പക്ഷെങ്കിൽ അത്രയധികം ഒന്നും കഴിക്കാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല കേട്ടോ. പക്ഷെങ്കിൽ നമുക്ക് ആഗ്രഹിച്ചിടും മാഷേ. മേശപ്പം നിറയെ എല്ലാ ഫുഡ് ഐറ്റംസും നിരത്തി വെച്ചിട്ട് ഇഷ്ടമുള്ളതൊക്കെ പെരക്കി കഴിക്കുന്നത്, അതൊക്കെ ഒരു സ്വപ്നം മാത്രമല്ലേ? നടക്കുന്നേ, നടക്കാതെ എങ്ങോട്ടേക്ക് പോവാനാ? നടന്നിരിക്കും. പ്രതീക്ഷിച്ചോളൂ, നീ ആഗ്രഹിച്ചോളൂ. കുന്നോളം ആഗ്രഹിക്കുമ്പോഴല്ലേ, മലയോളം ആഗ്രഹിക്കുമ്പോഴല്ലേ കുന്നോളം ലഭിക്കുക എന്നല്ലേ നമ്മുടെ കാരണവന്മാരൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. നമുക്കും ആഗ്രഹിക്കാം നീ. അപ്പോൾ
കൂടെ കൂടാല്ലേ? ഞാനുണ്ട് കേട്ടോ. എനിക്കും വേണം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. ഞാൻ എന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ് തിരുത്തി തരണേ. തിരുത്താൻ ഞാൻ ഒരുക്കാണ്. നീ എപ്പോഴേ ഒരുക്കാണ്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാവേ. ഗുഡ് നൈറ്റ്.